നമസ്കാരം. പാത്രമറിഞ്ഞ് ഭിക്ഷ കൊടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഭിക്ഷയാണെങ്കിലും സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും അറിഞ്ഞു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് പ്രയോജനമുള്ളതായി മാറുന്നത്. കഥയിലേക്ക് പോകാല്ലേ. ഒരിക്കൽ മുത്തശ്ശിക്ക് സുഖമില്ല എന്നറിഞ്ഞ് പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലുള്ള മുത്തശ്ശിയെ കാണാൻ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കുഞ്ഞു മോനും കൂടെ ഗ്രാമത്തിലേക്ക് വരികയാണ്. വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശി തീരെ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുകയാണ്. മുത്തശ്ശിയുടെ അടുത്ത് അല്പനേരമൊക്കെ നിന്ന് ഒരു ദിവസം കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അവന് മുത്തശ്ശിയോടൊപ്പം കട്ടിലിൽ കയറി ഇരുന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുത്തശ്ശിയുടെ ചെടികളാണെന്ന് എനിക്കറിയാം. മുത്തശ്ശി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. മുത്തശ്ശിയുടെ ചെടികളെ എല്ലാം സൂക്ഷിക്കാൻ, എല്ലാത്തിനെയും സംരക്ഷിക്കാൻ മോൻ ഇവിടെ ഉണ്ട് എന്ന് ധൈര്യപ്പെടുത്തി മുത്തശ്ശിയെ ധൈര്യമായി അവിടെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞു. പരിചരണം കൊണ്ടും സ്നേഹം കൊണ്ടുമൊക്കെ മുത്തശ്ശി വീണ്ടും പഴയ പൂർവ്വസ്ഥിതിയിലേക്കായി. നടക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യം തന്നെ മുത്തശ്ശി ചെയ്തത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂന്തോട്ടത്തിലേക്ക് പോകുക എന്നായിരുന്നു. പൂന്തോട്ടത്തിൽ ചെന്നുടനെ തന്നെ മുത്തശ്ശിയുടെ മുഖഭാവം മാറി. മുത്തശ്ശിക്ക് പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വന്നു. താൻ പ്രിയപ്പെട്ടതാക്കി ലാളിച്ചു വളർത്തുന്ന ചെടികളിൽ കൂടുതൽ എണ്ണവും കരിഞ്ഞുപോയി. കുറേ വാടി തളർന്നു നിൽക്കുകയാണ്. തിരിച്ചു വരാൻ വയ്യാത്ത വിധം തൻ്റെ ചെടികൾ നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി അവിടെ നിന്ന് കൊച്ചുമകനെ വിളിച്ച് ചോദിക്കുക, മോനെ, നീയല്ലേ പറഞ്ഞത് ഈ ചെടിയെല്ലാം നീ നോക്കുന്നുണ്ട് എന്നും എന്നും അതിനോടൊപ്പം സമയം ചെലവഴിക്കുന്നുണ്ട് എന്നും, എന്നിട്ട് എന്താണ് ഈ ചെടിയൊക്കെ കരിഞ്ഞു പോയിരിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ എന്നും നോക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ ചെടിയൊക്കെ നോക്കുന്നത്? ഒന്ന് പറഞ്ഞേ, നീ എന്താ ചെയ്ത ഇത്രയും ദിവസമെന്ന്. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും അമ്മ എനിക്ക് തരുന്ന ബിസ്ക്കറ്റ് ഈ ചെടിയുടെ ചോട്ടിൽ പൊടിച്ചിടുന്നുണ്ട്. അമ്മ എനിക്ക് തരുന്ന ബ്രെഡ് ഞാൻ ഈ ചെടിക്ക് കൊടുക്കുന്നുണ്ട്. എന്നെ പോലെ തന്നെ ഈ ചെടികളും നല്ല ഹെൽത്തി ആകാൻ വേണ്ടി എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ അതിനും കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മുത്തശ്ശിക്ക് ദേഷ്യം മാറി അല്പം ചിരിയാ വന്നേ. മുത്തശ്ശി ചോദിച്ചു, ചെടിക്ക് എന്തിനാ മോനെ ഈ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ? അന്നേരം കുഞ്ഞു പറഞ്ഞു, അമ്മ പറഞ്ഞു ഈ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ശക്തി വെക്കുന്നതെന്ന്. മുത്തശ്ശിയുടെ ചെടികൾക്ക് കൂടുതൽ ശക്തി വെക്കാനാണ് ഞാൻ ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നതെന്ന്. മുത്തശ്ശി പറഞ്ഞു, മോനെ, ചെടികൾക്ക് വേണ്ടത് ബിസ്ക്കറ്റും ബ്രെഡും അല്ല, ചെടികൾക്ക് വേണ്ടത് വെള്ളമാണ്. കുഞ്ഞു ചോദിച്ചു, വെറുതെ വെള്ളം കുടിച്ചാൽ ഈ ചെടികൾക്ക് ശക്തി വരുമോ? മുത്തശ്ശി മറുപടിയായി പറഞ്ഞു, നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഈ ചെടിയുടെ വേരിലേക്ക് ചെന്നിട്ട് ഈ വേരിൻ മണ്ണിനടിയിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന എല്ലാ വളങ്ങളെയും വലിച്ചെടുത്ത് ചെടിയെ കൂടുതൽ ശക്തിയുള്ളതാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ കഥയുടെ അവസാനത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ചെടികൾക്ക് ശക്തിപ്പെടുത്തുന്നതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഓരോന്നിനും ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മൾക്കെല്ലാം ജീവിതത്തിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് ഈ ബിസ്ക്കറ്റും ബ്രെഡും അവർക്ക് വേണ്ടി ഓടുന്ന അധ്വാനം മാത്രമായിരിക്കില്ല. അവരുടെ കൂടെ അല്പസമയം ഇരിക്കുന്ന അച്ഛനെയും അമ്മയും ആയിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, സാരമില്ല പോട്ടെ ചേട്ടാ, ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യയായിരിക്കും. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അവളെ ഒന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുന്ന തൻ്റെ ജീവിത പങ്കാളിയായിരിക്കും. സഹോദരൻ ആഗ്രഹിക്കുന്നത് ഒരു 1000 രൂപയെങ്കിലും കടം ചോദിക്കുവാൻ സ്വാതന്ത്ര്യമുള്ള ഒരു സഹോദരനെ ആയിരിക്കും. അയൽക്കാരൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ജനൽ തുറന്ന് കാണുമ്പോഴെങ്കിലും ഒന്ന് ചിരിക്കുന്ന സഹജീവിയെ ആയിരിക്കും. ആവശ്യക്കാരനെ ആവശ്യമറിഞ്ഞ് അവൻ്റെ മുൻപിൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആകേണ്ട അവസ്ഥയിലേക്ക് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറുന്നത്. സ്നേഹമുണ്ട് എന്ന് പറയുകയും അത് ആവശ്യമറിഞ്ഞു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ നല്ല വ്യക്തികളാകുന്നില്ല. സ്നേഹമുണ്ട് എന്ന് പറയുകയും ആവശ്യം അറിഞ്ഞ് അവൻ്റെ മുൻപിൽ സ്നേഹമാണെങ്കിലും സമയമാണെങ്കിലും അവനോടൊപ്പം അല്പസമയം ഇരിക്കുകയാണെങ്കിലും സാരമില്ല പോട്ടെ എന്ന് പറയുന്നതാണെങ്കിലും എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.